ഇതുപോലെ ഫ്രീ ആയിട്ട് ക്യാപ്ഷൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് റീസെൻ്റ് ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ക്യാപ്ഷൻസ് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യാറുള്ളതെന്ന്. നമുക്ക് മാർക്കറ്റിൽ കറൻ്റ്ലി ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നത് captions.ai എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ അതിൽ പലപ്പോഴും നമുക്ക് ലൈക്ക് പെയ്ഡ് വേർഷനാണ്, നമുക്ക് ഫ്രീ വേർഷനിൽ അതിൻ്റെ തംബ്നെയിൽ വരുന്നുണ്ടാവും. പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യുമ്പോഴും അതിൽ ജസ്റ്റ് ലൈക്ക് എന്ത് പറയുക, നമുക്ക് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് കിട്ടാറില്ല. സോ നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുവഴി വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്വന്തം എഡിറ്റ്സ് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ എഡിറ്റ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വീഡിയോയിൽ നമുക്ക് ഇതുപോലെ വീഡിയോയിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലൈക്ക് ഇവിടെ ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ജനറേറ്റ് ചെയ്യാനുള്ളത്. ഈ ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ക്യാപ്ഷൻസ് ഏത് ലാംഗ്വേജിലാണ് നമുക്ക് വേണ്ടത്, ലൈക്ക് നമ്മൾ പറയുന്ന ലാംഗ്വേജിലായിരിക്കും വരിക. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് മലയാളം കറക്റ്റ് ഏകദേശം ഒരു 98% അക്യുറേറ്റ് ആയിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ക്യാപ്ഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വേർഡ്സോ കാര്യങ്ങളോ നമ്മൾ പറയുന്നത് റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ തന്നെ നമ്മൾ ലൈക്ക് പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു പുഷ് കൂടെ കിട്ടുന്നതായിരിക്കും. അത് ആഡം സോറി പറഞ്ഞതാണ്, ലൈക്ക് അത് ലോങ് ടേമിൽ ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ ചെറിയൊരു പുഷ് കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ എഡിറ്റ്സ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലൊരു അടിപൊളി കിടിലൻ ഫീച്ചർ കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടുവിടുക.